And to reduce the inflammation, we need to infuse corticosteroids, inject corticosteroids as well. So that comes what dexamethasone is a drug which we use as corticosteroid. And we have seen that there will be hypervolemia due to this meningitis. So for hypervolemia, what we need to do? We need to infuse IV mannitol for diuretics. And there is a high chance of seizure also. So seizures, we need to inject what? Anti-seizure drugs. So anti-seizure, the common drug is phenytoin. And definitely there will be high degree of fever. For that also we need to use antipyretics. So what are the management? It's pharmacological as well as non-pharmacological management we have discussed. So these are the common things we need to consider. അപ്പോൾ ദ ഫൈനൽ പാർട്ടിൽ നമ്മൾ കാണുന്നത് എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെ നഴ്സിംഗ് മാനേജ്മെൻറ്റ് നോക്കാം. അതിൽ ഫസ്റ്റ് പാർട്ട് എന്താണ്? അസസ്മെൻറ്റിൽ നമുക്ക് റീസെൻറ്റ് ഹിസ്റ്ററി, അസസ്മെൻറ്റിൽ നമുക്ക് റീസെൻറ്റ് ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നത് പേഷ്യൻ്റെ അടുത്ത് അല്ലേ. എനി റീസെൻ്റ് ആയിട്ടുള്ള ടൂത്ത് ഇൻഫെക്ഷനോ ടൂത്ത് പ്രൊസീജിയേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഇയർ ഇൻഫെക്ഷനോ ഉള്ളതായിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽഡ് ഹിസ്റ്ററി നമുക്ക് പേഷ്യൻ്റെ അടുത്ത് ചോദിക്കാം. പിന്നെ അടുത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ നമുക്ക് എന്താണ് വൈറ്റൽ സയൻസും ചെക്ക് ചെയ്യേണ്ടി വരും. ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ പേഷ്യൻറ്റിൻ്റെ ലെവൽ ഓഫ് കോൺഷ്യൻസസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഹൗ കംഫർട്ടബിൾ ദ പേഷ്യൻ്റ് ഇസ്. അപ്പോൾ അതൊക്കെ നമ്മൾ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസിൽ നമുക്ക് ICP നമുക്ക് ICPയുടെ സയൻസ്, ഇൻക്രീസ് ICP വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് സയൻസ് കാണുന്നത്? ഡയലറ്റഡ് പീപ്പിൾസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ന്യൂറോളജിക്കൽ സ്റ്റാറ്റസ് നമുക്ക് എക്സാമിൻ ചെയ്യേണ്ടി വരും. പിന്നെ വൈറ്റൽ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ ഡിഗ്രി ഫീവർ ഉണ്ടാവില്ലേ? ഫീവർ ഉണ്ടാകുമ്പോഴത്തേക്കും അത് നമുക്ക് വൈറ്റൽ സയൻസ് അസസ്മെൻറ്റിലൂടെ ചെയ്യാൻ പറ്റും. അടുത്തത് അതിൽ തന്നെ വരുന്നതാണ് സെൻസോ ന്യൂറൽ ഹിയറിംഗ് ലോസ്. എന്തെങ്കിലും ഹിയറിംഗ് ലോസ്, കാരണം ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആകുമ്പോഴത്തേക്കും ഹിയറിംഗ് ലോസും ക്രേനിയൽ ഡാമേജും പിന്നെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ഒക്കെ ഡിമിനിഷ്ഡ് ആയിട്ട് കാണാം. അപ്പം നമുക്ക് സെൻസോ ന്യൂറൽ ഹിയറിംഗ് ലോസ് ഉണ്ടോ എന്നും കൂടെ നമുക്ക് അസസ് ചെയ്യേണ്ടി വരും. പിന്നെന്താണ്? റെഡ്യൂസ് ഫീവർ റെഡ്യൂസ് ചെയ്യേണ്ടി വരും ഇല്ലേ? ഒബീവിയസ്ലി പേഷ്യൻറ്റിന് ഫീവർ ഉണ്ടാവും. അപ്പോൾ ഹൈ ഡിഗ്രി ഫീവറിൽ നമുക്ക് ആൻറ്റിബയോട്ടിക്സ് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. IV ആയിട്ട് തന്നെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും ഹൈ ഡിഗ്രി, കാരണം മിക്കവാറും 100 ഡിഗ്രി കൂടുതലൊക്കെ ആയിരിക്കും പേഷ്യൻറ്റ് ഫീവർ ഉണ്ടാവുന്നത്. പിന്നെ എന്താണ്? ഫ്ലൂയിഡ് ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, കാരണം ഹൈപ്പർവോളീമിയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഫ്ലൂയിഡ് ബാലൻസ് ഓവർലോഡഡ് ഇനിയും ആക്കാണ്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ് ഡിറ്ററേഷനും കാണും. അപ്പോൾ നമുക്ക് ഇലക്ട്രോലൈറ്റ്സ് റീപ്ലേസ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് എന്തായിരിക്കാം? പെയിൻ റെഡ്യൂസ് ചെയ്യേണ്ടി വരും. നക്കൽ പെയിനും നല്ല റിജിഡിറ്റിയും ഒക്കെ ഉണ്ടാവും പേഷ്യൻറ്റിന്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള അനാൽജസിക്സ് നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നെ LOC നമുക്ക് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്സും പിന്നെ ICP ഡിക്രീസ്ഡ് ICP ഡയലേറ്റഡ് പ്യൂപ്പിൾസ് ഉണ്ടാവും. പിന്നെ വൈഡനിങ് പൾസ് പ്രഷർ, ഇതൊക്കെയാണ് എന്താണ് ICPയുടെ സയൻസ് ആയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ICP കൂടുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൽ സൈഡായിട്ട് വരുന്ന സയൻസ്? ഡിക്രീസ് ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് വരും. പ്യൂപ്പിൾസ് നമുക്ക് എപ്പോഴും ഡയലേറ്റഡ് ആയിട്ട് തോന്നും. പൾസ് പ്രഷർ വൈഡനിങ് ആയിട്ട് തോന്നും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ICP ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കുണ്ടാവുന്ന സയൻസ് ആൻഡ് സിംറ്റംസ്. ഇനി മെയിൻറ്റെയിനിങ് ക്വയറ്റ് എൻവയോൺമെൻറ്റ് ടു പ്രിവെൻറ്റ് ഇറിറ്റേഷൻ ആൻഡ് ഫോട്ടോഫോബിയ ഉണ്ടാവും, നമ്മൾ പഠിച്ചായിരുന്നു. ഭയങ്കര ഇറിറ്റേഷൻ തോന്നും പേഷ്യൻറ്റ് സൺലൈറ്റ് കാണുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും പേഷ്യൻറ്റ് എന്താണ് ചെയ്യേണ്ടത്? ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു സൈലൻ്റ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. നമുക്ക് അല്ലാണ്ട് തന്നെയുള്ള ഇപ്പം നമുക്കൊരു മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സൺലൈറ്റിനോട് ഭയങ്കര ഒരു റെസിസ്റ്റൻസ് തോന്നും അല്ലേ, ഒരു ഡിസ്കംഫേർട്ട് തോന്നും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും, കൂടുതലും ഹെഡേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെപ്പോഴും കാം ആൻഡ് ക്വയറ്റായിട്ട്, ഇത്തിരി സൗണ്ട് പോലും നമുക്ക് ഭയങ്കര ഇറിറ്റേഷനായിട്ട് തോന്നും. അപ്പം പേഷ്യൻ്റ് എപ്പോഴും നമ്മൾ ഒരു കംഫർട്ട് ലെവൽ കൊടുക്കുക, അത് ഒരു നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ സെറിബ്രൽ എഡിമ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇൻഫ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡ് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ സെറിബ്രൽ എഡിമ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇലക്ട്രോലൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം, ഫ്ലൂയിഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എപ്പോഴും IO ചാർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു പേഷ്യൻ്റെ IBARO ചാർട്ട് എന്തിനാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? പേഷ്യൻ്റെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മൾ IO ചാർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ CVP ഒക്കെ നമ്മൾ ഫ്രീക്വൻ്റ്ലി മോണിറ്റർ ചെയ്യണം. മാനിറ്റോൾ നമ്മൾ
അഡ്മിനിസ്റ്റർ ചെയ്യണം. പേഷ്യൻറ്റ് സെറിബ്രൽ എഡിമ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഡയോസിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് അഡ്മിനിസ്റ്റർ ചെയ്തേ പറ്റത്തുള്ളൂ, മാനിറ്റോൾ. പിന്നെ പെയിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ പേഷ്യൻറ്റിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാൻ അനാൽജസിക്സ് കൊടുക്കുക, പിന്നെ പൊസിഷനിങ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് മേജർ നഴ്സിംഗ് റോൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മെനിഞ്ചൈറ്റിസിനെ പറ്റി ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമുക്ക് മെനിഞ്ചൈറ്റിസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇതിൽ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള ആ 2 സൈൻസ് ആണ്, ബ്രൂട്ടൻസ്കി സൈൻ ആൻഡ് കേർണിംഗ് സൈൻ. ഈ 2 സൈൻസ് നമ്മൾ എക്സാം ലെവലിൽ കുറച്ച് കീ ഫാക്ടറായിട്ട് നമ്മൾ ഓർത്ത് വെക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ് ഈ 2 സാധനങ്ങൾ. പിന്നീട് വരുന്ന എന്താണ്, അതിൻ്റെ അസസ്മെൻറ്റും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റൊക്കെ ജനറലി നമ്മളൊന്ന് റിവ്യൂ ചെയ്യാം. അപ്പം ഇതാണ് മെനിഞ്ചൈറ്റിസ്. സോ the assessment of the nursing management of meningitis include assessment. In assessment, what all things will come? Obtaining history of an infection. History in the sense any recent upper respiratory infections or ear infections we need to ask the patient, right? Because that's also a key factor. The root of etiology comes from that, right? And we need to assess the neurological status and the vital signs. The neurological status in the sense the patient's level of consciousness, we need to monitor, because increased ICP may cause deterioration in the level of consciousness. And evaluate the signs of meningeal irritation and sensorineural hearing loss. The patient may lead to sensorineural hearing loss if the meningitis is going to any complications. And there will be an increased fever, temperature in the patients. That also we need to check often the vital signs. So the vital signs we need to check, and definitely we need to administer the antipyretics to maintain the temperature of the body. As well as we told that there will be hypervolemia in the patients, right? There will be hypervolemia because of the hormonal reaction, increased ADH production. So there will be hypervolemia. So there will be water retention in the body. So what will lead to the water retention? As a cause of this water retention, there will be low level of sodium in the body as well. So to maintain that, we need to administer electrolytes. So we need to maintain fluid balance as well for that. The patient will be in very, very bad condition on pain, like neck rigidity and stiffness of the neck will be there. For that, we need to administer what? Analgesics, right? And we need to frequently assess the LOC and ICP. LOC and ICP we need to check in between, because in increased ICP, what we can see is decreased level of consciousness, we can see dilated pupils, we can see, and there will be widened pulse pressure. And the patient will be having photophobia. We have mentioned the same in the diagnostic features of seizures. The patient will be having what? The patient will be sometimes having photophobia, irritation to light. So as a nurse, what we have to do? As a nurse, we need to provide a very calm environment to the patient and to avoid any further confusions of the patient, agitations of the patient. So to prevent agitation and photophobia, we need to provide a calm and quiet environment. And the next thing is we need to prevent IV fluid overload, because that may cause cerebral edema as well. For that, we need to maintain what? Input-output chart. And we need to maintain CVP, like frequently we need to monitor the CVP. Then administration of mannitol is of course needed for reducing the cerebral edema. And we need to administer antipyretics as well as analgesics to reduce pain and fever. So these are the common things which we need to discuss on meningitis. So the main key factors, like the points or the questions that may arise in meningitis, is the two signs of meningitis, which includes Brudzinski sign as well as Kerning sign. So I hope that this video is helpful, and if you find the video is helpful, please do subscribe, like and comment. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഓരോ ഡിസീസ് കണ്ടീഷൻ നമ്മൾ കുറച്ചായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. സോ ദിസ് ഇസ് നോഫ സൈനിങ് ഓഫ്. താങ്ക് യു.